ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ക്യാൻവാസ് വിത്ത് അപർണ. അപ്പോൾ നമുക്കിന്ന് എൻ്റെ ഒരു നൈറ്റ് റൊട്ടീൻ കണ്ടാലോ. എൻ്റെ നൈറ്റ് റൊട്ടീൻ തുടങ്ങുന്നത് തന്നെ വാമിക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാമിക്ക് സാധാരണ നൈറ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കൊടുക്കുന്നത്. സോ ഞാൻ അവൾക്ക് കൊടുക്കുന്നത് അമൃതം പൊടിയാണ് കേട്ടോ. നമ്മുടെ ഈ നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയില്ലേ, സോ അത് ഞാനൊരു 4 സ്പൂൺ എടുത്തിട്ട് നമ്മുടെ കുറുക്ക് കാച്ചുന്ന പാത്രത്തിലോട്ടിടുകയാണ്. എന്നിട്ട് ഏകദേശം ഒരു 4 സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ പനങ്കൽക്കണ്ട് ഇങ്ങനെ പൊടിച്ച് സ്റ്റോർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഡൈല്യൂട്ട് ചെയ്ത പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് സാധാ കുറുക്ക് കാച്ചും പോലെ തന്നെ അറിയാമല്ലോ, കാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറുക്ക് കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാത്രങ്ങളൂടെ കഴുകാനുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ എടുത്ത പാത്രങ്ങളാണ്. അപ്പോൾ അതും കൂടെ ഞാനങ്ങ് കഴുകി വയ്ക്കുകയാണ്. പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ഞാൻ സിങ്ക് കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. സോ ഇതൊരു വല്ലാത്ത സാറ്റിസ്ഫൈയിങ് പാർട്ടാണ് കേട്ടോ, ഈ സിങ്ക് ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കിടക്കുന്ന കാണുമ്പോൾ ഒരു വല്ലാത്ത സാറ്റിസ്ഫൈയിങ് ആണ്. ഓക്കെ, അതിനുശേഷം ഞാൻ വാമിക്കുള്ള ഫുഡ് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. സോ അത് തണുത്തു. അപ്പം നമുക്കത് അവൾക്ക് കൊടുക്കാം. നമ്മുടെ കിച്ചണൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു. ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു സാറ്റിസ്ഫൈയിങ് ആണല്ലേ. ഓക്കെ, അപ്പോൾ അതിനുശേഷം താഴത്തെ അടുക്കളയിലത്തെ ജോലികളൊക്കെ തീർന്നു. അപ്പം ഞാൻ നേരെ റൂമിലേക്ക് പോവുകയാണ് ഫ്രഷ് ആവാനായിട്ട്. രാത്രി നമ്മുടെ അടുത്ത് ഇപ്പോഴത്തെ ചൂട് പറയണ്ടല്ലോ. അപ്പോൾ രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പാണ് മേല് കഴുകുന്നത്. രാവിലെ കുളിക്കും. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് മേല് കഴുകും. അപ്പോൾ ഞാൻ മേല് കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ ആയിട്ട് ഞാനിവിടെ ഫേസിൽ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് ഇതിനകത്ത് വൈറ്റമിൻ ഇയും ഗ്ലിസറിനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കുകയും നമുക്കൊരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്കിന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ബാമാണ് ഇടുന്നത്. ഞാൻ വന്നിട്ട് നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയൊരു ബെഞ്ചാരാസിൻ്റെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അതിനുശേഷം ഞാൻ മൈ ഫേവറേറ്റ് പാർട്ട് പൊട്ട് വയ്ക്കുക എന്നുള്ളത്. സോ ആ പൊട്ടും കൂടെ ഞാൻ ഫേസിൽ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബോഡി ലോഷൻ കൂടെ അപ്ലൈ ചെയ്യുകയാണ്. എൻചാൻഡറിൻ്റെ ഒരു ബോഡി ലോഷനാണ് ഇടുന്നത്. കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ബാൽക്കണിയിലേക്ക് വന്നു കേട്ടോ. കാരണം ഞാനിന്ന് വൈകുന്നേരം ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചില്ലായിരുന്നു. അപ്പോൾ രാത്രി അതും കൂടെ ചെയ്തിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ താഴെ ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. വാമിനെ ഞാൻ വൈകുന്നേരം മേലും കൂടെ കഴുകിച്ചിട്ടാണ് കിടത്തുന്നത്. കാരണം ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ വാമീനെ കൊണ്ടുവന്ന് ഞാൻ മേല് കഴിക്കുകയാണ്.
ആൾക്ക് മേല് കഴുകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കുളിക്കാനെന്ന് വെച്ചാൽ തല നനയ്ക്കാൻ ഒട്ടും ഇഷ്ടമല്ല. തലയും മുഖവും നനയ്ക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ. എനിക്കൊന്നും ഒരുപക്ഷേ അവൾക്ക് മുഖത്തൂടെയൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ മക്കൾ അങ്ങനെയാണോ? തലയിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ അവൾക്ക്. ഹായ് പറയുകയാണ് എല്ലാവർക്കും. അപ്പോൾ നൈറ്റ് ഞാൻ കഴിക്കുന്നത്, നൈറ്റ് സാധാരണ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കലില്ല ഇപ്പോൾ. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. സോ ഞാനത് കഴിക്കുകയാണ്. ഞാനത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ താഴെ വന്നിരുന്ന് കളിക്കുന്നുണ്ട് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവളെ എടുത്തു. അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ എന്തൊക്കെയോ ഇരുന്ന് കാണിക്കുകയാണ്. അച്ഛൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ ഒരു ഐസ്ക്രീം കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ കഴിച്ചു. കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ടി വിയിൽ ഇങ്ങനെ നല്ല പാട്ട് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വാമിക്ക് പാല് ഞാൻ സാധാരണ രാത്രി ഒരു ഗ്ലാസ് പാല് കാച്ചി ഇങ്ങനെ കുപ്പിയിലാക്കി കൊടുക്കും. സോ അതവൾ കുടിക്കും കിടക്കുന്നതിന് മുമ്പായിട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഓവർനൈറ്റ് ഓട്സ് വയ്ക്കുകയാണ് കേട്ടോ, നാളത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനൊരു 3 സ്പൂൺ ഓട്സാണ് ഇതിലോട്ട് ഇടുന്നത്. അതിനുശേഷം അതേ സ്പൂണിൽ തന്നെ ചിയ സീഡ് 1 സ്പൂൺ ഇടുകയാണ്. ഇട്ടതിന് ശേഷം ഏകദേശം 1 ഗ്ലാസ് പാലാണ് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത്. സോ അതും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ചിയ സീഡ് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് കിടക്കും. സോ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് എയർ ടൈറ്റായിട്ട് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. അതിനുശേഷം ഞങ്ങളുടെ ഒരു ഫാമിലി ടൈമാണ് കേട്ടോ ഇത്. എന്നും രാത്രി ഇതേപോലെ ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കാറുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.